അപ്പോൾ സിനിമ കണ്ട ശേഷം അവർ പറഞ്ഞു ഇത് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് സിനിമയാണ്. പക്ഷേ ഭാരതം എന്നുള്ള പേര് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏത് സർക്കാർ ഇട്ടോ, കേരള സർക്കാർ ഇട്ടോ, കർണാടക സർക്കാർ ഇട്ടോ, തമിഴ്നാട് സർക്കാർ ഇട്ടോ, പക്ഷേ ഭാരതം എന്ന പേര് നമുക്ക് തരാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ മാനസികമായി, കാരണം ഇത് ഒരു ചെറിയൊരു സിനിമയാണ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ സെൻസർ ബോർഡ് ഇവരോട് പറയുന്നത് ഭാരതം എന്ന വാക്ക് ഇവരുടെ സിനിമയിൽ സിനിമാ പേരായി ഉപയോഗിക്കാൻ ആവില്ല എന്നാണ്. നടൻ സുധിയും സംവിധായകൻ ടി വി രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഉപയോഗിക്കരുതെന്നിപ്പോൾ സെൻസർ ബോർഡ് പറയാനുള്ളൊരു കാരണം? ഒരു സിനിമയുടെ പ്രോസസ്സ് തുടങ്ങുന്നത് വെച്ചാൽ ആദ്യം നമ്മളൊരു സിനിമ കഥ നിശ്ചയിക്കുന്നു, അതിൻ്റെ പേര് ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഈ സിനിമയുടെ പേര് ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയായി, ബാക്കിയുള്ള വർക്കുകളൊക്കെ പൂർത്തിയായി. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ റിലീസിനോട് അടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം സെൻസർ ബോർഡിനെ സമീപിക്കുന്നത് ട്രെയിലറാണ്. അപ്പോൾ ട്രെയിലർ നമ്മൾ സെൻസർ ബോർഡിന് അയച്ചു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇതൊന്നുമല്ല കാര്യം അവർക്ക്. അപ്പോൾ പറഞ്ഞു ഓക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമ കണ്ട ശേഷം അവർ പറഞ്ഞു ഇത് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് സിനിമയാണ്. പക്ഷേ ഭാരതം എന്നുള്ള പേര് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏത് സർക്കാർ ഇട്ടോ, കേരള സർക്കാർ ഇട്ടോ, കർണാടക സർക്കാർ ഇട്ടോ, തമിഴ്നാട് സർക്കാർ ഇട്ടോ, പക്ഷേ ഭാരതം എന്ന പേര് നമുക്ക് തരാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ മാനസികമായി, കാരണം ഇത് ഒരു ചെറിയൊരു സിനിമയാണ്. ചെറിയ സിനിമയാണ് വലിയ സിനിമയാണ് തീരുമാനിക്കുന്ന പ്രേക്ഷകർ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ചെറിയൊരു സിനിമയാണ്. കാരണം നമ്മൾ വലിയ സ്റ്റാർ കാസ്റ്റൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഇതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം വലിയ തിയേറ്ററുകളിൽ വലിയ സിനിമ കളിക്കുമ്പം ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ റിലീസിങ് മാറ്റി വെച്ചു. 1-ാം തീയതി ആകുമ്പോൾ സിനിമാ സമരം വന്നു, നമ്മൾ 8-ാം തീയതിക്ക് മാറ്റി വെച്ചു. അപ്പോൾ 8-ാം തീയതി ആകുമ്പോൾ ഈ പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് സെൻസർ ബോർഡിൽ ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സിനിമാ പ്രവർത്തകർ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അവരോട് പറയും ഈ സിനിമ വിവാദത്തിലേക്കൊന്നും അരിച്ചു വിടാൻ പാടില്ല ഈ സിനിമ. അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഭാരതം തരില്ല, നിങ്ങൾ വേറെ എന്ത് പേരിട്ടോ. ഇതിൽ കക്ഷി രാഷ്ട്രീയം പറയാനും നമുക്ക് മാനസികാവസ്ഥയിലല്ല കാരണം നമ്മൾക്ക് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കണം. അപ്പോൾ ഇതിന് വേറെ എന്താ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതൊരു വിവാദമാക്കേണ്ട, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ട് ഭാരത സർക്കാർ എന്ന പേര് ഈ സിനിമ കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വളരെ നമ്മൾ അന്ന് ആ 3 ദിവസം മുന്നേ നമ്മളാകെ മാനസികമായി തകർന്നിരിക്കുകയാണ്. കാരണം ഒരു കുട്ടി ഉണ്ടാകുന്നു, ആ കുട്ടിയെ വളർത്തുന്നു, ആ കുട്ടിയെ ഇന്ത്യൻ നിയമവ്യവസ്ഥകളെല്ലാം അനുസരിച്ച് വളർത്തുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ പറയാണ് ആ കുട്ടിയുടെ തലവെട്ടി കളയണം. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ വല്ലാത്തൊരു കൂടുതൽ നമ്മൾക്ക് പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ ട്രെയിലർ അടക്കം തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. അപ്പോഴും ഇതിനെതിരെ ട്രെയിലർ റിലീസ് ചെയ്ത സമയത്തൊന്നും ഇങ്ങനെ ഒരു ആവശ്യം അത് ഉന്നയിച്ചിരുന്നു. ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ ആദ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നു, തിയേറ്ററിൽ പോയി. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ട്രെയിലർ പിൻവലിക്കണം. പിന്നെ നമ്മൾ ഈ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, എല്ലാ സ്ഥലത്തും ഭാരത സർക്കാരിൻ്റെ ഇതുണ്ട്. നമ്മളൊക്കെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായാലും നമ്മളൊരു സിനിമയുടെ സ്വപ്നത്തിൽ വന്ന ആൾക്കാരാണ്. നമ്മൾ വലിയ സെറ്റപ്പിലെ ആൾക്കാരൊന്നുമല്ല. നമ്മൾ എവിടെ നിന്നൊക്കെ പൈസ ഇതൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ മാസ്ക് ചെയ്യണം ആദ്യം ഭാരത സർക്കാർ. ഇനി ഇറങ്ങുന്നതിന് നമ്മൾ പുതിയ പേരിടണം, ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അവരോട് ഇതൊന്നുമില്ല, എന്താ പറയേണ്ടത്, ദേഷ്യമല്ല. പക്ഷെ നമ്മളൊരു പരിതാപകരമായ അവസ്ഥയാണ്. അത് അവർ കാണണമായിരുന്നു. നമ്മൾ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇനി അത് നമ്മൾ കേരളീയ പൊതുസമൂഹം ചിന്തിക്കട്ടെ. എനിക്ക് കേരളീയ പൊതുസമൂഹത്തിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അവർ കൈവിടില്ലാന്ന വിശ്വാസം നമുക്കുണ്ട്. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അത് സംവിധായകൻ്റെ അതിൻ്റെ കണ്ടൻ്റ് ആയാലും കഥയായാലും അത് മേക്കിംഗ് ആയാലും എന്തായാലും. അപ്പോൾ ഒരു സംവിധായക നിലയിൽ സ്വന്തം സിനിമയുടെ പേര് മാറ്റണമെന്ന് ചിലർ ആവശ്യമുള്ളൂ. എന്ത് കാരണം കൊണ്ട് തന്നെയായാലും അതിനെങ്ങനെയാണ് ഒരു സംവിധായക നിലയിൽ താങ്കൾക്ക് തോന്നിയിരിക്കുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു അടിപൊളിയാണ്. കാര്യം 1.5 കൊല്ലമായിട്ട് ഈ പടത്തിൻ്റെ ഇതായിട്ട് ഈ പേര് വെച്ചിട്ടാണ് പബ്ലിസിറ്റി എല്ലാം പോയത്. ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതിനവർക്ക് ആൻസർ ഇല്ല. മനസ്സിലാവും, അവരെല്ലാം തലേന്ന് തൂക്കിയിട്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് അതിന് ആൻസർ ഇല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അവർ വ്യക്തമായ ഒരു ആൻസർ പറയുന്നില്ല. എന്തിനാണ് നിങ്ങൾക്ക് ഭാരതം തരില്ല, അതാണ് അവർ ആൻസർ. ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് തന്നിരിക്കുന്നത്. ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് തന്ന സിനിമയ്ക്ക് എന്തുകൊണ്ട്, കണ്ടൻറ്റിൽ പ്രശ്നമില്ലാത്ത സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നമുക്കറിയില്ല. മനസ്സിലായി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പേടി തോന്നുന്നു കാര്യമായിട്ട്.
ഇനി നമ്മളുണ്ടാക്കിയ നമ്മൾ ഈ പറയുന്ന പോലെ വടക്കേന്ത്യയിലെല്ലാം പറയുന്നത് പോലെ ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ, ഇന്ന ഇതാക്കിക്കൂടാ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടുത്ത് എത്തിയതില്ല ഉത്തമ ഉദാഹരണമാണ് നമ്മളിലൂടെ. അതിനൊരു പിന്നെ സാക്ഷികളായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതായി നമ്മൾ മാറിക്കഴിഞ്ഞു. അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അതിൽ നമുക്ക് ഭയങ്കര നിരാശയുണ്ട്. നിരാശ മാത്രമല്ല, സങ്കടമുണ്ട്. ഇപ്പോൾ ഈ പേര് ഒഴിവാക്കാൻ നിലവിൽ സെൻസർ ബോർഡ് ആവശ്യപ്പെടുമ്പോൾ പേര് ഒഴിവാക്കാൻ തന്നെയാണ് സിനിമാ പ്രവർത്തകർ നിലവിൽ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാവും? നഷ്ടങ്ങളെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേര് ആദ്യം നമ്മൾ 8 മാസം മുന്നേ നമ്മൾ അല്ലെ 6 മാസം മുന്നേ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇറക്കി. പിന്നെ എല്ലാ ജനങ്ങൾക്കും ഭാരത സർക്കാർ ഉൾപ്പെടുന്ന പ്രൊമോഷൻ സോങ് വരെ നമ്മൾ ചെയ്തു. അതൊന്നും ഇനി ഇറക്കാൻ പറ്റില്ല. അതെല്ലാം ഇറക്കാൻ ഭാഗ്യം. നഷ്ടങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. കാരണം നമ്മളൊരു പേര് ഈ റിലീസിനും 5-6 ദിവസം മുന്നേ നമ്മളെപ്പോലത്തെ ഒരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തൊരു സിനിമയിൽ മാറ്റിക്കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നമുക്ക് ഒരുപാടുണ്ട്. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നത്, അവർ പറഞ്ഞു നിങ്ങൾ വിവാദമാക്കി. പക്ഷേ വിവാദമാക്കേണ്ട ഒരു സിനിമയല്ല ഇത്. അതാണ് നമ്മളെ സങ്കടം. എല്ലാവരും കാണേണ്ട സിനിമയാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമ ഒരു വിവാദത്തിലൂടെ പോകുമ്പോൾ അത് വലിയൊരു വിഷമമുണ്ട് നമുക്ക്. ഈ സിനിമ കണ്ടാൽ നിങ്ങൾ ഈ സിനിമ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത്. ഒരു സംവിധാന നിലയിൽ ഇപ്പോൾ ഇതിനെതിരെ ഇപ്പം നിലവിൽ സെൻസർ ബോർഡ് പേര് മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ ഇതിനെതിരെ ഒരു നിയമ നടപടിക്ക് പോകാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിവ്യൂ ഹർജി അങ്ങനെ എന്തെങ്കിലും നൽകാൻ തീരുമാനിച്ചിരുന്നു? അതിന് സമയമല്ലേ, ഇപ്പോൾ 8-ാം തീയതി റിലീസല്ലേ. ഇനിയിപ്പം അതിനൊക്കെ പോയിട്ട് പടം റിലീസ് ചെയ്യല്ലേ. റിവ്യൂ ഹർജി പോകണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ RCക്ക് മുമ്പിൽ പോകണമെങ്കിൽ 1 മാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു അവർ തരുന്ന പേരിട്ടിട്ട് അവർ തരുന്ന പേര് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സിനിമയുടെ പേര് ഇത്രയും കാലം ഓമനിച്ച് നടന്നിട്ട് അത് നിങ്ങൾ വിചാരിക്കുന്നു എല്ലാവരും വിചാരിക്കും ഇതൊരു സിനിമയുടെ പേരല്ലേ ഇത്. പക്ഷെ ഒരു സിനിമയുടെ പേര് മാത്രമല്ല, ഇത് നമ്മളെ ചങ്കാണ് അവർ വെട്ടിക്കളയുന്നത്. നമ്മൾ അത്രമാത്രം ഓമനിച്ചിട്ട പേരാണിത്. അപ്പോൾ അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഏതായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒക്കെ ഒടുവിലാണ് ഒരു സിനിമ പിറവിയെടുക്കുന്നത്. ആ സിനിമയുടെ പേര് ഇപ്പോൾ ഭാരതം എന്ന പേര് ഉപയോഗിക്കാനാകില്ല എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്. എന്തായാലും ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ, അതിലെന്തുകൊണ്ട് ഭാരതം വെട്ടപ്പെട്ടു എന്നത് പിന്നീട് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും സിനിമ ഒരു മനോഹര സിനിമയാവട്ടെ, തിയേറ്ററിൽ ഒരുപാട് വിജയം നേരട്ടെ, ഒരുപാട് ഹിറ്റുകൾ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അക്ഷയ് VS-നൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.